ഞാൻ കെ.സി. ഭരത്. 2019 ഫെബ്രുവരി മാസം 23-ാം തീയതി മിംടസ് കാഞ്ഞങ്ങാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ശബരിയ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ യശശരീരനായ മഹാകവി രമേശൻ നായരുടെയും കഥയുടെ കുലപതി ടി പത്മനാഭൻ സാറിൻ്റെയും സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ട ശരി മാത്രം എന്ന എൻ്റെ കവിതയിലെ അച്ഛനെക്കുറിച്ചുള്ള വരികൾ. ഒരു കോടി പുണ്യം. മനസ്സിൽ മായാത്ത ചിത്രമാണെന്നുമെൻ മറുവാക്കില്ലാത്ത ബിംബമച്ഛൻ. ഒരു കോടി പുണ്യമാ സ്നേഹവാത്സല്യം, ഒരു വേള നുകരുവാനാശ വീണ്ടും, ഒരു വേള നുകരുവാനാശ വീണ്ടും. കോരിക്കുളിപ്പിച്ചു സുന്ദരനാക്കുവാൻ, കോരിക്കുടിപ്പിച്ചു ശക്തനാക്കാൻ, ചൊല്ലിപ്പടിപ്പിച്ചു നേരും നെറികളും ചൊല്ലെഴുന്ന ഒരു വ്യക്തിയാക്കാൻ, ചൊല്ലെഴുന്ന ഒരു വ്യക്തിയാക്കാൻ. എങ്ങും നിറഞ്ഞു കിടക്കുന്ന ഓർമ്മകൾ എന്നും ത്രസിപ്പിപ്പു ഉൾത്തടത്തെ, എന്തു വന്നാലും ഒതുക്കുമാ പുഞ്ചിരി എല്ലാം ചെറുതെന്ന ഭാവമോടെ. ഉണ്ണാൻ മറന്നു ഉണ്ണികളെ പേർത്ത് ദണ്ണം കിരിഞ്ഞില്ല തെല്ലുമപ്പോൾ, എണ്ണിപ്പെറുക്കി എടുത്തു വെച്ചെന്നാലും എന്തോ തികയാത്ത ഭാവമെന്നും. മാനം മുട്ടെ വളരേണമെന്നുമൻ മാനങ്ങളാകണം മക്കളെന്ന്, ഇത്തിരിയല്ല ഉള്ളിൽ കൊതിച്ചത് ഒത്തിരിയെന്ന് അറിഞ്ഞു ഞങ്ങൾ, ഒത്തിരിയെന്ന് അറിഞ്ഞു ഞങ്ങൾ. ആയില്ലെനിക്ക് ഒന്നും തികയ്ക്കുവാൻ, ആവതുപോലെ കിണഞ്ഞിടുന്നു. കിണ്ടലിലൊട്ടും എത്ര തകർന്നാലും ഉണ്ടല്ലോ നിന്റെ അനുഗ്രഹങ്ങൾ, ഉണ്ടല്ലോ നിന്റെ അനുഗ്രഹങ്ങൾ. മനസ്സിൽ മായാത്ത ചിത്രമാണെന്നുമെൻ മറുവാക്കില്ലാത്ത ബിംബമച്ഛൻ. ഒരു കോടി പുണ്യമാ സ്നേഹവാത്സല്യം, ഒരു വേള നുകരുവാനാശ വീണ്ടും, ഒരു വേള നുകരുവാനാശ വീണ്ടും. എൻ്റെ അച്ഛൻ, ആ പുണ്യാത്മാവിൻ്റെ പാതാരബന്ധങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഏവരുടെയും പിതാക്കൾക്കായി മക്കളെ, അച്ഛനെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഇത് സമർപ്പിക്കുന്നു.